സ്വാഗതം. ഞാനിന്നിവിടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി മാത്തമാറ്റിക്സിലെ ബൈഹാർട്ടാക്കാനുള്ള എല്ലാ ഫോർമുലകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ലോങ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട എല്ലാ ഫോർമുലകളും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാമല്ലോ. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. ഇതിൻ്റെ ഫോർമുല n × n+1/2. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 50 × 50 + 1/2. അങ്ങനെ ഏത് നമ്പറാണെന്നോ പറയുന്നത് n വരെ വില കൊടുത്താൽ മതി. 1 + 2 + 3 + എക്സെട്ര 10 ചോദിച്ചാൽ 10 × 10 + 1/2. 50 ചോദിച്ചെങ്കിൽ 50 × 50 + 1/2. ഈ ഫോർമുല പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക. അതിൻ്റെ ഫോർമുല n × n+1 × 2n + 1/6. ഇപ്പോൾ 1² + 2² + എക്സെട്ര 5² അല്ലെ 1² + 2² + എക്സെട്ര 1 + 4 + എക്സെട്ര 100 എന്നാണ് തന്നെങ്കിൽ നമുക്കത് 1 + 4 + 9 അതിനെ നമുക്ക് മറ്റേ മാറ്റി എഴുതാം. 1² + 2² + 3² + എക്സെട്ര 10². 25 വരെ ആണെങ്കിൽ 1² + 2² + 3² + എക്സെട്ര 5². അങ്ങനെ വരാം. 1² + 2² + എക്സെട്ര 100 എന്ന് പറഞ്ഞാൽ അല്ലെ 1 + 4 + 9 + 100 എന്ന് പറഞ്ഞാൽ 1² + 2² + എക്സെട്ര 10² വരെ. അപ്പോൾ അതിന് നമുക്ക് n ഉള്ളിടത്തെല്ലാം 10 കൊടുത്താൽ 10 × 10 + 1 × 2 × 10 + 1/6. ഇത് അറിയണമെങ്കിൽ നമുക്ക് ഈ ഫോർമുല കൈകാട്ടാക്കിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക. ക്യൂബുകളുടെ അല്ലെങ്കിൽ ഘനങ്ങളുടെ രണ്ട് വാക്കും പറയാം. തുക എന്ന് പറയുന്നത് 1³ + 2³ + 3³ + എക്സെട്ര n³ n × n+1/2 ഈ ഫോർമുലാസ് എല്ലാം ബൈഹാർട്ടാക്കി വെക്കുക. പ്രധാനപ്പെട്ട ഫോർമുലാസ് വിളിച്ചുകൊണ്ട് ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് നല്ലതുപോലെ ശ്രദ്ധിച്ച് ബൈഹാർട്ടാക്കി വെക്കുക. കൂടി പറയാം. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2. 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചാൽ 100 × 100 + 1/2. അത് അറിയണമെങ്കിൽ ഈ ഫോർമുല പഠിച്ചാലേ പറ്റൂ. 1 + 2 + എക്സെട്ര n = n × n+1/2. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക 1² + 2² + എക്സെട്ര +n². n × n+1 × 2n + 1/6. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ അല്ലെങ്കിൽ ഘനങ്ങളുടെ തുക. അതായത് 1³ + 2³ + എക്സെട്ര +n³ n × n+1/2. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n². ആദ്യത്തെ 35 ഒറ്റ സംഖ്യകളുടെ തുക കാണും. അല്ലെ 1 + 3 + 5 + എക്സെട്ര 35 എന്ന് ചോദിച്ചാൽ ആ 35 എണ്ണം 35 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് നോക്കണം. ആദ്യത്തെ 35 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 35 1 36 18 ഒറ്റ സംഖ്യകൾ. 18 ഒറ്റ സംഖ്യകളുണ്ട്. 36 വരെ 18 ഒറ്റ സംഖ്യകളും 18 ഇരട്ട സംഖ്യകളും ഉണ്ട്. അതായത് ആദ്യത്തെ 35 ഒറ്റ സംഖ്യകളുടെ തുക ചോദിച്ചാൽ n². അതായത് 35². ഈ ഫോർമുല അറിയാമെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റൂ. ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് ചോദിച്ചാൽ 100². ഈ ഫോർമുല n² ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n². ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n+1. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n². 2 ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. അത് ഓർത്തിരിക്കുക. കാരണം 1 3 ഒറ്റ സംഖ്യകളാണ്. അത് രണ്ടുകൂടെ കൂട്ടിയാൽ 4 കിട്ടും. 5 7 ഒറ്റ സംഖ്യകളാണ്. അത് രണ്ടുകൂടെ കൂട്ടിയാൽ 12 കിട്ടും. 2 ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. x ഒരൊറ്റ സംഖ്യയാണ്, y ഒരൊറ്റ സംഖ്യയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇരട്ട സംഖ്യയായിട്ട് വരാൻ സാധ്യതയുള്ളത്? അതായത് x × y 3 5 കൂടെ ഗുണിച്ചാൽ 15 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സംഖ്യ വരത്തുള്ളൂ. കൂട്ടിയാൽ എപ്പോഴും ഇരട്ട സംഖ്യ. അപ്പോൾ x + y ആണ്. അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് PSCക്ക്. x ഒരൊറ്റ സംഖ്യ, y വേറൊരൊറ്റ സംഖ്യ, രണ്ടും കൂടി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇരട്ട സംഖ്യ ആകാൻ സാധ്യതയുള്ളത്? അതായത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് ഇരട്ട സംഖ്യ ആകാൻ സാധ്യതയുള്ളത്. 2 ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n². ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n × n+1. 2 ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും.
സ്പീഡ് കാണാനുള്ള ഫോർമുല വേഗത സമം ദൂരം ബൈ സമയം, ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അത് ഒരെണ്ണം പഠിച്ചിരുന്നാൽ ബാക്കിയെല്ലാം ഓർത്തിരിക്കാൻ പറ്റും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ് ഡിസ്റ്റൻസ് കാണുന്നത്. ദൂരം കാണാൻ വേഗത ഗുണം സമയം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി സമയം കാണണ്ടെങ്കിൽ ഇതിങ്ങോട്ടും പോന്നാൽ മതി. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അത് ഓർത്തിരിക്കും. അതുപോലെ കിലോമീറ്റർ പെർ അവറിലും തന്നിരിക്കും, മീറ്റർ പെർ സെക്കൻഡിലും തന്നിരിക്കും സ്പീഡ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 5/18 ഇട്ട് ഗുണിക്കുക. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 ഇട്ട് ഗുണിക്കുക. അത് ഓർത്തിരിക്കുക. നേരെ 5/18 ഇട്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി എന്ന് ഓർത്താൽ മതി. ഇത് ഈ ഫോർമുലാസ് ഓർത്തിരിക്കുക. അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിസ്റ്റൻസ് കിട്ടും. ശരാശരി വേഗതയാണ് നമുക്ക് കാണണമെങ്കിൽ ശരാശരി വേഗത കാണാൻ ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം. ശരാശരി വേഗതയാണ് ചോദിച്ചെങ്കിൽ ആകെ ദൂരം ബൈ ആകെ സമയം, അത് ഓർത്തിരിക്കുക. ഭിന്ന സംഖ്യകൾ നോക്കാം. സാധാരണ ഭിന്നം 2/5, 3/10, 8/11. പ്രോപ്പർ ഫ്രാക്ഷൻ, അതായത് അംശം മുകളിലത്തതിന് അംശമെന്നും താഴത്തതിന് ഛേദമെന്നും പറയാം. അംശം കുറവും ഛേദം കൂടുതലുമായിരിക്കും സാധാരണ ഭിന്നത്തിൽ, പ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി വിഷമ ഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ അംശം കൂടുതലും ഛേദം കുറവുമായിരിക്കും. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേരും കൂടെ എഴുതിയേക്കാം. ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ. സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഫ്രാക്ഷൻസ്. വിഷമ ഭിന്നം എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. അതായത് അംശം കൂടുതലും ഛേദം കുറവായിരിക്കും. മുകളിലുള്ളത് കൂടുതലും താഴെയുള്ളത് കുറവായിരിക്കും. മിശ്രഭിന്നത്തിന് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയും. 3 തരത്തിൽ. സാധാരണ ഭിന്നം അംശം കുറവും ഛേദം കൂടുതലും 2/5, 3/10, 8/11 എക്സെട്ര. മുകളിലുള്ളത് കുറവായിരിക്കും, താഴെയുള്ള ഛേദമായിരിക്കും കൂടുതൽ. വിഷമ ഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അംശം കൂടുതലും ഛേദം കുറവും 10/3, 4/3, 6/5, 15/13 എക്സെട്ര. മിശ്രഭിന്നം എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷൻ. 3 and 1/3, 4 and 1/2, 2 and 1/5. ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും കൂടെ ഒന്നിച്ച് വരുന്നു. അതിന് മിശ്രഭിന്നം എന്ന് പറയുന്നു. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2/1 പറഞ്ഞാൽ അര, 0.5 ആണ്. 4/1 കാൽ ഭാഗമാണ്, 4/1. ഇത് 0.5 വരും. ഇതോ 4/1 പറഞ്ഞാൽ 0.25 വരും. 4/3 പറഞ്ഞാൽ 0.75 വരും. അര. 2/1 പറഞ്ഞാൽ അര, 4/1 പറഞ്ഞാൽ കാൽ ഭാഗം, 4/3 പറഞ്ഞാൽ മുക്കാൽ ഭാഗം. ഇത് ഓർത്തിരിക്കരുത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടി വരും. അംശങ്ങൾ തുല്യമായിട്ടുള്ള ഫ്രാക്ഷൻ നമുക്ക് നോക്കാം. അംശങ്ങൾ തുല്യമാണ്. ഇവിടെ 8/10, 8/15, 8/7, 8/3. അംശങ്ങൾ തുല്യമായാൽ ഏറ്റവും വലിയ ഛേദമുള്ളത് ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും ചെറിയ ഛേദമുള്ളത് ഏറ്റവും വലിയ സംഖ്യ. ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കാം, ഏറ്റവും വലിയ ഛേദം നോക്കിയത് 8/15. ഏറ്റവും ചെറിയ ഛേദമുള്ളതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ഇവിടെ ചെറിയ ഛേദമുള്ളത് 3, അതായത് 8/3 ഏറ്റവും വലിയ സംഖ്യ. ഇവിടെ അതുപോലെ അംശങ്ങൾ തുല്യമായാൽ ഇവിടെ അംശങ്ങൾ തുല്യം 1, 1, 1, 1. ഛേദമാണ് വ്യത്യാസം. അംശങ്ങൾ തുല്യമായാൽ വലിയ ഛേദമുള്ളത് ചെറിയ സംഖ്യയും ചെറിയ ഛേദമുള്ളത് വലിയ സംഖ്യയും. വലിയ ഛേദം 1/25, അതാണ് ഏറ്റവും ചെറിയ സംഖ്യ. വലിയ ഛേദം ചെറിയ സംഖ്യ, ചെറിയ ഛേദം വലിയ സംഖ്യ. 1/4 ആണ് വലിയ സംഖ്യ. എണ്ണൽ സംഖ്യകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1, 2, 3, 4 അങ്ങനെ സാധനങ്ങൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യയാണ് എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, കൗണ്ടിങ് നമ്പേഴ്സ്. ഇവിടെ അഖണ്ഡ സംഖ്യ അല്ലെങ്കിൽ ഹോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യും കൂടെ വരും. 0, 1, 2, 3 എക്സെട്ര അങ്ങനെ വരുന്ന നമ്പറുകളെ 0യും കൂടെ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ അഖണ്ഡ സംഖ്യകളെന്ന് പറയും. അപ്പോൾ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാ? 0. 0യിലാണല്ലോ തുടങ്ങുന്നത്. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട് ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം, ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം. ഗുണനഫലം എത്ര ചോദിച്ചാലും 0യിൽ തുടങ്ങുന്നതുകൊണ്ട് ഉത്തരം 0 ആണ്. അത് ഓർത്തിരിക്കുക. ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം 0, 1, 1 അങ്ങനെ പല നമ്പറുകൾ തരും ഒരു ഓപ്ഷന്. നമ്മളെപ്പോഴും ഗുണനഫലം ചോദിച്ചു കഴിഞ്ഞാൽ അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളെന്ന് പറഞ്ഞാൽ 0, 1, 2, 3 അങ്ങനെ പോകും. അത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 0 കിട്ടും. അത് ഓർത്തിരിക്കുക.
ഇനി n അഖണ്ഡ സംഖ്യകളുടെ തുക 1 + 2 + എക്സെട്ര n അഖണ്ഡ സംഖ്യകളുടെ തുക കാണാൻ ഒരു ഫോർമുല ഉണ്ട്. n × n-1/2. n അഖണ്ഡ സംഖ്യകളുടെ തുക കാണാൻ n × n-1/2. അതായത് ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 25 × 24/2 അങ്ങനെ ചെയ്യാം. ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n × n-1/2. അതായത് 10 × 9/2. അതായത് 45 വരും. 10/2 5 9 ഇവിടെ ഗുണിക്കും. അത് ചെയ്യണമെങ്കിൽ നമുക്കിത് അഖണ്ഡ സംഖ്യ എന്താണെന്നും അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാൽ 0 ആണെന്നും അടുത്ത 10 അഖണ്ഡ സംഖ്യയുടെ ഗുണനഫലം ചോദിച്ചാൽ 0 ആണ്. അടുത്ത 20 അഖണ്ഡ സംഖ്യയുടെ ഗുണനഫലം ചോദിച്ചാലും 0 തന്നെ. കാരണം 0-ലാണ് നമുക്ക് അഖണ്ഡ സംഖ്യ തുടങ്ങുന്നത്. ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക ചോദിച്ചാൽ n × n-1/2. ഈ ഫോർമുലകൾ വൈകാക്കി വെക്കുക. ഈ അഖണ്ഡ സംഖ്യ എന്തുവാണ്, എണ്ണൽ സംഖ്യ എന്തുവാണ് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. അഡിറ്റീവ് ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, റെസിപ്രോക്കൽ. നമുക്ക് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -5ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് +5 ആണ്. അതായത് 0 കിട്ടണം. അഡീഷൻ എന്ന പ്രക്രിയ ചെയ്യുമ്പോൾ 0 കിട്ടണം ഉത്തരം. അതായത് +5ന്റെ സങ്കലന വിപരീതം -5, അഡിറ്റീവ് ഇൻവേഴ്സ്. തിരിച്ചും -5ന്റെ സങ്കലന വിപരീതം +5, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടണം. അതാണ് സങ്കലന വിപരീതം. ഇംഗ്ലീഷിൽ അതിന് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഗുണന എന്ന പ്രക്രിയ ചെയ്യുമ്പോൾ 1 കിട്ടണം, 1 കിട്ടണം. അതായത് -1/2. -× ആണല്ലോ പോസിറ്റീവ്. അപ്പോൾ അത് -× അത് തിരിച്ചിടുക. അതിൽ എന്നാലേ കട്ട് ചെയ്ത് പോകത്തുള്ളൂ. 1 കിട്ടണം. ഗുണനം എന്ന പ്രക്രിയ ചെയ്യുമ്പോൾ 1 കിട്ടണം. അപ്പോൾ -1/2ന്റെ ഗുണന വിപരീതം പറഞ്ഞാൽ -× ആണല്ലോ പോസിറ്റീവ്. അപ്പോൾ മൈനസ് ഇട്ടിട്ട് മറ്റേ തിരിച്ചിട്ടാൽ മതി. കട്ട് ചെയ്ത് പോയിട്ട് 1 കിട്ടും. ഗുണനം എന്ന പ്രക്രിയ ചെയ്യുമ്പോൾ 1 കിട്ടണം. അഡീഷൻ എന്ന പ്രക്രിയ ചെയ്യുമ്പോൾ 0 കിട്ടുന്നത് അതിന് സങ്കലന വിപരീതം. ഒന്ന് മറ്റൊന്നിൻ്റെ സങ്കലന +5ന്റെ സങ്കലന വിപരീതം -5. -1/10ന്റെ സങ്കലന വിപരീതം +1/10. നേരെ സൈൻ അങ്ങ് തിരിച്ചാൽ മതി. കൂട്ടുമ്പോൾ 0 കിട്ടണം. ഇവിടെ 1/2ന്റെ ഗുണന വിപരീതം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 2/1. ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് വരും എന്നുള്ളത് തിരിച്ചിട്ടാൽ മതി. വ്യുൽക്രമം 5ന്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 5/1. അത് നേരെ തിരിച്ചിടും. 1/5. 5 എന്ന് പറഞ്ഞാൽ 5/1 നമ്മൾ എഴുതുന്നില്ല എന്നുള്ളത്. 7 1/7. 1/2ന്റെ വ്യുൽക്രമം റെസിപ്രോക്കൽ എന്ന് പറയാൻ 2/1. നേരെ തിരിച്ചിടുക. -1ന്റെ റെസിപ്രോക്കൽ എന്ന് പറയാൻ -1/1 ആണ്. അതങ്ങ് തിരിച്ചിടുക. 1/-1 എന്ന് പറഞ്ഞാൽ -1 തന്നെ. അഡിറ്റീവ് ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, റെസിപ്രോക്കൽ. കുറേ കുട്ടികളുടെ മാർക്ക് 5 കുട്ടികളുടെ അല്ലെ 10 കുട്ടികളുടെ മാർക്ക് തന്നിട്ട് അതിൻ്റെ ശരാശരി കാണാൻ പറഞ്ഞാൽ ആ മാർക്കുകളെല്ലാം കൂടെ അതെല്ലാം അളവുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് തുക / എണ്ണം എത്ര പേരുടെയാണ് എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ശരാശരി കാണാൻ തുക / എണ്ണം. ഈ ഒരു ഒറ്റ ഫോർമുല പഠിച്ചാൽ ഇത് 3 കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ തുക കിട്ടും. തുക = ശരാശരി × എണ്ണം. എണ്ണം ആകാണ്ടെങ്കിൽ ഈ ശരാശരി ഇങ്ങോട്ട് വന്നാൽ മതി. എണ്ണം = തുക / ശരാശരി. 3 ഫോർമുലാസ് ബൈക്കാട്ടാക്കി വെക്കുക. അതായത് ഈ ഒരൊറ്റ എണ്ണം പഠിച്ചാൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തുക കിട്ടും. തുക = ശരാശരി × എണ്ണം. എണ്ണം = തുക / ഇത് ഇങ്ങോട്ടും പോകും. 2 ട്രെയിനുകൾ, ട്രെയിനിൻ്റെ നീളങ്ങൾ L1 L2ഉം അവയുടെ വേഗത S1 S2 ആയാൽ 2 ട്രെയിനുകൾ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആപേക്ഷിക വേഗത എന്ന് പറയുന്നത് S1 + S2 വരും. പിന്നെ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആപേക്ഷിക വേഗത എന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് S1 - S2 വരും. 2 ട്രെയിനുകൾ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആപേക്ഷിക വേഗത അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതായത് അവ പരസ്പരം മറികടക്കാനെടുക്കുന്ന സമയം L1 + L2/S1 + S2. 2 ട്രെയിനുകൾ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവ പരസ്പരം മറികടക്കാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് L1 + L2/S1 + S2. L1 L2 എന്ന് പറയുന്നത് അതിൻ്റെ നീളങ്ങൾ, S1 S2 വേഗതകൾ. ഇനി 2 ട്രെയിനുകൾ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആപേക്ഷിക വേഗത എന്ന് പറയുന്നത് S1 - S2 വരും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അവ പരസ്പരം മറികടക്കാനെടുക്കുന്ന സമയം ഒരേ ദിശയിലാണെങ്കിൽ പരസ്പരം മറികടക്കാനെടുക്കുന്ന സമയം L1 + L2/S1 - S2. അവിടെ ആപേക്ഷിക വേഗത S1 - S2. അതായത് 2 ട്രെയിനുകൾ എതിർദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആപേക്ഷിക വേഗത S1 + S2ഉം ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആപേക്ഷിക വേഗത S1 - S2 ആണ്. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അഡിറ്റീവ് ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, റെസിപ്രോക്കൽ. നമുക്ക് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -5ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് +5 ആണ്. അതായത് 0 കിട്ടണം. അഡീഷൻ എന്ന പ്രക്രിയ ചെയ്യുമ്പോൾ 0 കിട്ടണം ഉത്തരം.
അതായത് പോസിറ്റീവ് 5ൻ്റെ സങ്കലന വിപരീതം -5, അഡിറ്റീവ് ഇൻവേഴ്സ്. തിരിച്ച് -5ൻ്റെ സങ്കലന വിപരീതം പോസിറ്റീവ് 5, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടണം. അതാണ് സങ്കലന വിപരീതം. ഇംഗ്ലീഷിൽ അതിന് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഗുണന എന്ന പ്രക്രിയ ചെയ്യുമ്പോൾ 1 കിട്ടണം, 1 കിട്ടണം. അതായത് -1/2, മൈനസ് ഇൻറ്റു മൈനസ് ആണല്ലോ പോസിറ്റീവ്. അപ്പോൾ അത് മൈനസ് ഇൻറ്റു മൈനസ് അത് തിരിച്ചിടുക, അതിൽ എന്നാലേ കട്ട് ചെയ്ത് പോകത്തുള്ളൂ. 1 കിട്ടണം. ഗുണനം എന്ന പ്രക്രിയ ചെയ്യുമ്പോൾ 1 കിട്ടണം. അപ്പോൾ -1/2ൻ്റെ ഗുണന വിപരീതം പറഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് ആണല്ലോ പോസിറ്റീവ്. അപ്പോൾ മൈനസ് ഇട്ടിട്ട് മറ്റേത് തിരിച്ചിട്ടാൽ മതി, കട്ട് ചെയ്ത് പോയിട്ട് 1 കിട്ടും. ഗുണന എന്ന പ്രക്രിയ ചെയ്യുമ്പോൾ 1 കിട്ടണം. അഡീഷൻ എന്ന പ്രക്രിയ ചെയ്യുമ്പോൾ 0 കിട്ടുന്നത് അതിന് സങ്കലന വിപരീതം. ഒന്ന് മറ്റൊന്നിൻ്റെ സങ്കലന പോസിറ്റീവ് 5ൻ്റെ സങ്കലന വിപരീതം -5, നെഗറ്റീവ് 1/10ൻ്റെ സങ്കലന വിപരീതം പോസിറ്റീവ് 1/10. നേരെ സൈൻ അങ്ങ് തിരിച്ചാൽ മതി, കൂട്ടുമ്പോൾ 0 കിട്ടണം. ഇവിടെ 1/2ൻ്റെ ഗുണന വിപരീതം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാൻ 2/1. ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് വരും എന്നുള്ളത് തിരിച്ചിട്ടാൽ മതി. വ്യുൽക്രമം 5ൻ്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 5/1, അത് നേരെ തിരിച്ചിട്ട് 1/5. 5 എന്ന് പറഞ്ഞാൽ 5/1 നമ്മൾ എഴുതുന്നില്ല എന്നുള്ളത്. 7 1/7. 1/2ൻ്റെ വ്യുൽക്രമം റെസിപ്രോക്കൽ എന്ന് പറയാൻ 2/1, നേരെ തിരിച്ചിടുക. -1ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയാൻ -1/1 ആണ്, അതങ്ങ് തിരിച്ചിടുക. 1/-1 എന്ന് പറഞ്ഞാൽ -1 തന്നെ. അഡിറ്റീവ് ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, റെസിപ്രോക്കൽ. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 2 3 4 അങ്ങനെ നമ്മൾ സാധനങ്ങൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യയാണ് എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, കൗണ്ടിങ് നമ്പേഴ്സ്. ഇവിടെ അഖണ്ഡ സംഖ്യ അല്ലെങ്കിൽ ഹോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യും കൂടെ വരും. 0 1 2 3 എക്സെട്ര അങ്ങനെ വരുന്ന നമ്പറുകളെ 0യും കൂടെ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ അഖണ്ഡ സംഖ്യകളെന്ന് പറയും. അപ്പോൾ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാ? 0. 0യിലാണല്ലോ തുടങ്ങുന്നത്. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട് ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം, ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം. ഗുണനഫലം എത്ര ചോദിച്ചാലും 0യിൽ തുടങ്ങുന്നതുകൊണ്ട് ഉത്തരം 0 ആണ്, അത് ഓർത്തിരിക്കുക. ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം 0 1 1 അങ്ങനെ പല നമ്പറുകൾ തരും ഒരു ഓപ്ഷന്. നമ്മളെപ്പോഴും ഗുണനഫലം ചോദിച്ചു കഴിഞ്ഞാൽ അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0 1 2 3 അങ്ങനെ പോകും. അത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 0 കിട്ടും, അത് ഓർത്തിരിക്കുക. ഇനി n അഖണ്ഡ സംഖ്യകളുടെ തുക 1 + 2 + എക്സെട്ര n അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനൊരു ഫോർമുല ഉണ്ട്. n × n-1/2. n അഖണ്ഡ സംഖ്യകളുടെ തുക കാണാൻ n × n-1/2. അതായത് ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ തുക എന്ന് പറയാം 25 × 24/2 അങ്ങനെ ചെയ്യാം. ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n × n-1/2, അതായത് 10 × 9/2, അതായത് 45 വരും. 10/2 5 9 ഇവിടെ ഗുണിക്കും. അത് ചെയ്യണമെങ്കിൽ നമുക്കിത് അഖണ്ഡ സംഖ്യ എന്താണെന്നും അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാൽ 0 ആണെന്നും ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യയുടെ ഗുണനഫലം ചോദിച്ചാലും 0 ആണ്. അടുത്ത 20 അഖണ്ഡ സംഖ്യയുടെ ഗുണനഫലം ചോദിച്ചാലും 0 തന്നെ കാണണം. 0ത്തിലാണ് നമുക്ക് അഖണ്ഡ സംഖ്യ തുടങ്ങുന്നത്. ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക ചോദിച്ചാൽ n × n-1/2. ഈ ഫോർമുലകൾ വൈകാട്ടാക്കി വെക്കുക. ഈ അഖണ്ഡ സംഖ്യ എന്തുവാണ്, എണ്ണൽ സംഖ്യ എന്തുവാണ് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. മുഖവിലെ, സ്ഥാനവിലെ, ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ. ഏത് സംഖ്യയുടെ മുഖവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം സംഖ്യ തന്നെ ആയിരിക്കും. 6ൻ്റെ മുഖവില 6, 5ൻ്റെ മുഖവില 5, 10ൻ്റെ മുഖവില 10. ഏത് സ്ഥാനത്തിൻ്റെ ഏത് സംഖ്യയുടെ മുഖവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം സംഖ്യ തന്നെ ആയിരിക്കും. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ, സ്ഥാനവില എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 31,298 എന്ന സംഖ്യ പരിഗണിക്കുക. ഇവിടെ 8ൻ്റെ സ്ഥാനം, ഓരോന്നിൻ്റെ സ്ഥാനം നോക്കണം. നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലോ, 1 10 100 1000 10000. ഇവിടെ 8 ഒറ്റ, 9 10, 2 100, 1 1000, 3 10,000. അങ്ങനെ ചെറിയ ക്ലാസ്സിൽ, താഴ്ന്ന ക്ലാസ്സിൽ പ്രൈമറി ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 8ൻ്റെ സ്ഥാനവില എന്താണെന്ന് ചോദിച്ചാൽ 8 ഏത് സ്ഥാനത്താണ്? ഒറ്റയുടെ സ്ഥാനത്താണ്. 8 ഒറ്റ, 8 × 1 8 വരും. 9ൻ്റെ സ്ഥാനവില എന്ന് പറയാം 9 എത്രൻ്റെ സ്ഥാനത്താണ് നോക്കണം. 8 ഒറ്റ, 9 10, അതായത് 9 × 10. ആ സ്ഥാനവും ആ സംഖ്യയും കൂടെ ഗുണിച്ചാണ് 90. 2ൻ്റെ സ്ഥാനവില എന്ന് പറയാം 8 ഒറ്റ, 9 10, 2 100, 2 × 100 200. ഇതിൻ്റെ സ്ഥാനവില 200. മുഖവിലയാണെങ്കിൽ ആ സെയിം സംഖ്യ ആയിരിക്കും. സ്ഥാനവിലയാണെങ്കിൽ എത്രാം സ്ഥാനമാണോ, 10ൻ്റെ സ്ഥാനത്താണെങ്കിൽ ആ സംഖ്യ 10 ഇട്ട് ഗുണിക്കുക. 100ൻ്റെ സ്ഥാനത്താണെങ്കിൽ ആ സംഖ്യ 100 ഇട്ട് ഗുണിക്കുക.
1000ൻ്റെ സ്ഥാനത്താണ് 1ൻ്റെ സ്ഥാനവില എന്ന് പറയാം 8 ഒറ്റ 9 10 2 100 1 1000, അതായത് 1 ഗുണം 1000 1000 വരും. ഇനി ഒറ്റ 10 8 ഒറ്റ 9 10 2 100 1000 3 10000 3 ഗുണം 10000 30000 വരും 3ൻ്റെ സ്ഥാനവില. മുഖവില എന്ന് പറഞ്ഞാൽ ആ സെയിം സംഖ്യ തന്നെയായിരിക്കും. സ്ഥാനവില എന്ന് പറഞ്ഞാൽ ആ സംഖ്യ ആ സ്ഥാനം കൊണ്ട് ഗുണിക്കണം. ഒറ്റയുടെ സ്ഥാനത്താണെങ്കിൽ 1 വെച്ച് ഗുണിക്കണം. 10ൻ്റെ സ്ഥാനത്താണെങ്കിൽ ആ സംഖ്യ 3 10ൻ്റെ സ്ഥാനത്താണെങ്കിൽ 3 ഗുണം 10 3 1000ൻ്റെ സ്ഥാനത്താണെങ്കിൽ 3 ഗുണം 1000. ആ സംഖ്യയെ സ്ഥാനം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് സ്ഥാനവില കിട്ടും. ഇവിടെ ഭിന്നസംഖ്യകൾ നോക്കാം. ഭിന്നസംഖ്യകളുടെ ക്രിയ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. a/b + c/d ഇങ്ങനെ വന്നാൽ വ്യത്യസ്ത ഛേദങ്ങളാണ്. ഇങ്ങനെ ക്രോസിന് ചെയ്താൽ മതി. a × d + b × c / b × d താഴെയുള്ള താഴെ ഗുണിച്ച് എഴുതുക b d. ഇനി a/b × c/d എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത് ഗുണിച്ച് മുകളിൽ എഴുതുക, താഴെയുള്ളത് ഗുണിച്ച് താഴെ എഴുതുക, അംശങ്ങൾ ഗുണിച്ച് മുകളിൽ എഴുതുക, ഛേദങ്ങൾ ഗുണിച്ച് താഴെ എഴുതുക. ac/bd. a/b / c/d എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ വ്യുൽക്രമം തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. a/b × രണ്ടാമത്തെ ഫ്രാക്ഷൻ തിരിച്ചിട്ട് ഗുണിക്കുക d/c ad/bc. a/b + c/b അതായത് ഛേദങ്ങൾ തുല്യമായ വെറുതെ ക്രിയ ചെയ്താൽ മതി. മുകളിൽ a + c/b. a/b - c/b എന്ന് പറഞ്ഞാൽ ഉള്ള ക്രിയയോട് മൈനസ് ആണെന്നുള്ള വ്യത്യാസമുള്ള a - c/b. a/b - c/d എന്ന് പറയാൻ മുമ്പേ പറഞ്ഞ പോലെ a × d - b × c / b × d. ഇവിടെ പ്ലസിന് പകരം മൈനസ് ആണ്. a × d ക്രോസിന് എടുക്കുക - b × c ad - bc / bd. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ ഫോർമുലാസ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ എല്ലാം കൂടെ എടുക്കുമ്പോൾ വളരെ ലെങ്തി ആയി പോകും. ഇത് പാർട്ടായിട്ട് എടുക്കുക, അതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഫലപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഇട്ടിട്ടുണ്ട്. ശ്രീമാത്സർ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.